ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ദിസ് ഇസ് ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ബേസിക്സ് ടു അഡ്വാൻസ് ലെവലിൻ്റെ ഈ ഒരു സീരീസിൻ്റെ 5ാമത്തെ വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹോട്ട് ടോപ്പിക് നിങ്ങൾ എല്ലാവരും വളരെ ഇൻട്രസ്റ്റിങ്ങോടുകൂടെ വെയിറ്റ് ചെയ്ത ഓർഡർ ബ്ലോക്കിനെ കുറിച്ചാണ്. നിങ്ങളൊരു സ്മാർട്ട് മണി ഒരു ICT കൺസെപ്റ്റ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ഓർഡർ ബ്ലോക്കിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. അത്രയും യൂസ്ഫുൾ ആൻഡ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഓർഡർ ബ്ലോക്ക്. വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് വളരെ സിമ്പിളാണ്. നമുക്ക് സിമ്പിളായി തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. സോ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ പോയി നമ്മൾ ആദ്യത്തെ വീഡിയോസ് കാണണം. കാരണം ഇതൊരു കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ടൊരു സീരീസ് ആയിട്ടാണ് വരുന്നത്. സോ നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് നമ്മൾ ആദ്യത്തെ വീഡിയോസ് കാണുക, അത് മനസ്സിലാക്കുക, നോട്ട്സ് കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ നമുക്ക് നമ്മളെ ടോപ്പിക്കിലേക്ക് കടക്കാം. സോ ആദ്യം തന്നെ എന്താണ് ഒരു ഓർഡർ ബ്ലോക്ക്? വാട്ട് ഈസ് ആൻ ഓർഡർ ബ്ലോക്ക്? ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി നടന്നൊരു ഏരിയയിൽ, അത് ബൈയിങ് ആവട്ടെ സെല്ലിംഗ് ആവട്ടെ എന്തും ആവട്ടെ, അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡേഴ്സ് ഉണ്ടാവും. ട്രിഗർ ആവാതെ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡേഴ്സ് ഉണ്ടാവും. സോ പ്രൈസ് ആ സെയിം ഏരിയയിൽ പിന്നീട് എപ്പോഴെങ്കിലും റീവിസിറ്റ് ചെയ്യുമ്പോൾ റിമൈനിങ് ആയിട്ടുള്ള ഓർഡേഴ്സ് ട്രിഗർ ആവും. പ്രൈസ് അവിടെ നല്ല രീതിക്ക് റിയാക്ട് ആവും. സോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ക്ലിയർ ഫുട് പ്രിന്റ് തന്നെയാണ് ഈ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. നമ്മുടെ ചാർട്ട്സിലും അതുപോലെ തന്നെ ഇവിടെ എക്സാമ്പിൾസിലും ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ എന്താണ് ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ നമുക്കിത് സെലക്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം. നമ്മളെ ഒരു പെട്ടെന്ന് ബെയറിഷ് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് പെട്ടെന്ന് ഒരു ഇമ്പൾസീവ് മൊമെന്റ് തന്നിട്ട് ചേഞ്ച് ഇൻ പ്രൈസ് ഡെലിവറി, അതിൻ്റെ ഡയറക്ഷൻസ് മാറിയിട്ട് ഇപ്പോൾ ബെയറിഷ് പോയിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്ന് ബുള്ളിഷ് ആയി മാറിക്കഴിഞ്ഞാൽ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് നടന്നിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് നടന്നൊരു ഏരിയയിൽ ഫുൾ ഓർഡേഴ്സ് ട്രിഗർ ആവാതെ നിൽക്കുന്നുണ്ടാവും. സോ അതൊരു ഓർഡർ ബ്ലോക്കിൻ്റെ ഒരു ഫോമിലായിരിക്കും നമുക്ക് കാണപ്പെടാൻ സാധിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ബെയറിഷ് പോയിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്നൊരു ബുള്ളിഷ് മൊമെൻറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ബെയറിഷ് ആയിട്ടുള്ള ക്യാൻഡിലായിരിക്കും നമ്മളെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന ക്യാൻഡിൽ. അതൊരു ബെയറിഷ് ക്യാൻഡിലായിരിക്കും. സോ ഈ ക്യാൻഡിൽ ഫോം ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പും അതുപോലെ തന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മസ്റ്റാണ്. ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടണം, അതുപോലെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, പിന്നെ FEGസും ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു നല്ലൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പിന്നീട് ആ ഒരു ഏരിയയിൽ പ്രൈസ് റീവിസിറ്റ് ചെയ്യുമ്പോൾ അത് റിയാക്ട് ചെയ്യും. നമുക്ക് ഇവിടുന്ന് നല്ലൊരു ബൈ നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇപ്പോൾ സെല്ല് പോകുന്ന ഏരിയയിൽ ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിലായിരിക്കും, ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും ഓർഡർ ബ്ലോക്ക് ആവുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ കണ്ടില്ലേ? ഈ ഒരു ഏരിയയിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വേണം. ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ FEG ഫോം ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് FEGസും വേണം. ഇവിടെ FEG ഉണ്ട്, ഈ ക്യാൻഡിലിൻ്റെ ഇവിടെ FEGs ഉണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി വേണമെങ്കിൽ ഈ 2 ക്യാൻഡിലും നമുക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാം, ഈ 3 ക്യാൻഡിലും നമുക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാം. ലാസ്റ്റ് ബിഫോർ ഒരു ബൈയിങ് മൊമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആ 2 നമുക്ക് എടുക്കാം. വേണമെങ്കിൽ ഈ 3 ക്യാൻഡിലുമായിട്ടും നമുക്ക് വേണമെങ്കിൽ ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാം. ഓക്കെ, ലാസ്റ്റ് ഡൗൺ ക്ലോസ് ക്യാൻഡിൽ ആയിട്ട് കൊടുക്കാം, വേണമെങ്കിൽ 2 ആയിട്ടും സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആണെന്ന് വിചാരിക്കുക, ലാസ്റ്റ് ഇങ്ങനെ 2 റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ ഈ 2 റെഡ് ക്യാൻഡിലായിട്ടും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സോ ഇതെന്ത് ചെയ്യാം, ചിലപ്പോൾ നമുക്ക് പ്രൈസ് ഇപ്പോൾ ഇതിങ്ങനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു കഴിഞ്ഞ് ഇവിടെ പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ചെറിയ റിയാക്ഷൻ തന്നിട്ട് നല്ല രീതിക്ക് തന്നെ പ്രൈസ് പോയേക്കാം. ഓക്കെ, ചിലപ്പോൾ ഇവിടെ ഈ ഒരു എൻഡിലടക്കം വന്നിട്ട് നമുക്ക് പോയേക്കാം. അപ്പോൾ എൻട്രി മിസ്സാകാതെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മൂന്ന് ക്യാൻഡിലും നമുക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
സിമ്പിളാണ്, നമ്മൾ പറഞ്ഞല്ലോ. ഒരു ബുള്ളിഷ് ആയിട്ട് പോകുമ്പോൾ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിലായിരിക്കും ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി നേരെ സിമ്പിൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വരച്ച് കാണിച്ചു തരാം. മാർക്കറ്റ് നല്ല രീതിക്ക് തന്നെ മുകളിലേക്ക് പോകുമായിരുന്നു എന്ന് വിചാരിക്കുക. മുകളിലേക്ക് പോകുന്ന ടൈമിൽ അവിടെ നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ട് താഴത്തേക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഓക്കെ, ഇവിടെ നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി, താഴത്തേക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. അപ്പോൾ പിന്നീട് അവിടുത്തെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്, നമ്മളെ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് ഗ്രീൻ ക്യാൻഡിലായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും അവിടുത്തെ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നീട് എന്ത് ചെയ്യും, പ്രൈസ് ആ ഒരു ഏരിയയിലെത്തും, നല്ല രീതിക്ക് തന്നെ റിയാക്ട് ചെയ്തിട്ട് പ്രൈസിൻ്റെ ഡയറക്ഷനിലേക്ക് പോകും. ഇനി ഞാൻ നിങ്ങൾക്ക് റിയൽ ചാർട്ടിൽ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ കിട്ടും. നമ്മൾ മുന്നേ ഓർഡർ ബ്ലോക്ക് വെച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു ട്രേഡ് കൂടി നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. സോ നമ്മൾ ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ടൂളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത ടൈമിലെടുത്തൊരു ട്രേഡ് ആയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ആ ടൂളിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോയിൽ ആ ടൂളിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഡർ ബ്ലോക്ക് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു എൻട്രി എടുത്തിട്ടുള്ളതെന്നുള്ളത്. ഓക്കെ, സോ ഇത് നമ്മൾ നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന മാതിരിക്ക് നല്ല രീതിക്ക് തന്നെ ഒരു ബൈ മൊമെൻറ്റ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് പോയിട്ട് എന്ത് ചെയ്തു, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് തന്നു. ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിക്ക് തന്നെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ നമുക്കിവിടെ ഫോം ചെയ്തു, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. സോ നമ്മളെ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു 2 ക്യാൻഡിലും സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ തന്നെ ഈ ഒരു ക്യാൻഡിലിൽ ടാപ്പിൻ ചെയ്തപ്പോൾ ചെറിയൊരു റിയാക്ഷൻ പ്രൈസ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടുന്ന് നമ്മൾ എൻട്രീസ് കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ലണ്ടൻ സെഷന് ആ ഒരു ടൈമിൽ എന്ത് ചെയ്തു, നമ്മളെ ഈ ഒരു ഓർഡർ ബ്ലോക്ക്, ഈ ഒരു ചെറിയ ക്യാൻഡിലിൻ്റെ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് നമ്മളിവിടെ ബെയറിഷ് ക്യാൻഡിലായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള. കറക്റ്റ് നമ്മളൊരു ലണ്ടൻ ഓപ്പൺ ചെയ്ത് ഏകദേശം ആ ഒരു ടൈമിങ്ങിലായിട്ട് ഈ ഓർഡർ ബ്ലോക്കിൽ ടാപ്പിൻ ചെയ്തു. എന്നിട്ട് നമ്മൾ ലോവർ ടൈം ഫ്രെയിം പോയിട്ട് അവിടെയും ഇതുപോലെ തന്നെ ഓർഡർ ബ്ലോക്കോ FEGസോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ മാർക്കറ്റ് ബയാസ് അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് 1:3, നമ്മൾ ടാർഗറ്റ് 1:3 ആണ്. നമ്മൾ എല്ലാ ട്രേഡ്സിലും വെക്കാറില്ല. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തൊരു ട്രേഡ് കൂടിയാണിത്. നമ്മൾ 1:3 ആണിത് നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല രീതിക്ക് തന്നെ 1:3 റിയാക്ട് ചെയ്തിട്ടുള്ളൊരു ട്രേഡ് കൂടിയാണ്. 1:3 പോയിട്ടുണ്ട്, നമ്മുടെ ടാർഗറ്റ് 1:3. ഓക്കെ, ഈ ഓർഡർ ബ്ലോക്കിൽ ടാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കൂ, നല്ല രീതിക്കാണ് മാർക്കറ്റ് ബെയറിഷ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇതൊരു പെർഫെക്റ്റ് ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. വേറെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഓർഡർ ബ്ലോക്ക്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ താഴത്തേക്ക് പക്ഷേ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് കിട്ടിയില്ല. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. മുകളിലേക്ക് ചെറിയൊരു ലിക്വിഡിറ്റി സ്വീപ്പ് തന്നു, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, എന്നിട്ട് മാർക്കറ്റ് പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് ഈ ഒരു 2 ക്യാൻഡിൽ സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല രീതിക്കാണ് നമുക്ക് റിയാക്ട് ചെയ്തിട്ടില്ലേ. സോ അവിടെ ലോവർ ടൈം ഫ്രെയിംസ് പോയിട്ട് നമുക്ക് കൺഫർമേഷൻ എടുത്തിട്ട് എൻട്രീസ് നോക്കണമെങ്കിൽ നോക്കാവുന്നതാണ്. ഇനി ഡയറക്റ്റ് പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡയറക്റ്റ് നോക്കാറില്ല, ലോവർ ടൈം ഫ്രെയിം പോയിട്ട് കൺഫർമേഷൻ എടുത്തിട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. SMC ട്രേഡേഴ്സൊക്കെയാണ് തോന്നുന്നു ഡയറക്റ്റ് നോക്കിയിട്ട് അവരൊരു കൺഫർമേഷൻ അനുസരിച്ച് അവർ പ്ലേസ് ചെയ്തിട്ടൊക്കെ എൻട്രീസ് ഇതുപോലെ എടുക്കാറുണ്ട്. ഇത് നമുക്ക് ബോഡിയിൽ ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല, വിൽക്കുന്ന തന്നെയാണ് നമുക്ക് റിയാക്ഷൻസ് തന്നിട്ടുള്ളത്. ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് ടച്ച് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇത് മാത്രമായിട്ട് ഓർഡർ ബ്ലോക്ക് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു എൻട്രി മിസ്സായിരുന്നു. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്, അത് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു കഴിഞ്ഞതിന് ശേഷം ഈ 2 ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെയും നല്ല രീതിക്ക് തന്നെ പ്രൈസ് റിയാക്ട് ചെയ്തിട്ടുണ്ട്, ബെയറിഷ് ആയിട്ട് തന്നെ പിന്നെ പോവുകയാണ് ചെയ്തത്. ഓക്കെ, നമ്മളെ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എന്ന്.
സോ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മുകളിലത്തേത് എടുത്തിട്ടില്ല. ഇവിടെ തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ നമ്മൾ ഇതിൻ്റെ ഒരു മെയിൻ ത്രഷോൾഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ 50% ആണ് ഇതിൻ്റെ ഒരു മെയിൻ ത്രഷോൾഡ്. ഏകദേശം എനിക്ക് തോന്നുന്നു 50%ലാണ് ഇത് റിയാക്ട് ചെയ്തിട്ടില്ല. ഓൾമോസ്റ്റ് 15ൻ്റെ അടുത്ത് വന്നിട്ടാണ് റിയാക്ട് ചെയ്തുകൊണ്ട് പോയിട്ടുള്ളത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ബുള്ളിഷ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഓർഡർ ബ്ലോക്ക് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ബയറിഷ് ഓർഡർ ബ്ലോക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ മുകളിലേക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നാൽ നമ്മൾ ലാസ്റ്റ് റെഡ് ക്യാൻഡിലായിരിക്കും നമ്മളെ ഓർഡർ ബ്ലോക്കായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നല്ലൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് തന്നു. ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്തു, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിയാക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഓഫ് ടൈം ഫ്രെയിംസിൽ കൺഫർമേഷൻ എടുത്തിട്ട് അതും നമ്മൾ മാർക്കറ്റ് ബയാസുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഓർഡർ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമ്മളെ കൺഫർമേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം. സോ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മാർക്കറ്റ് നല്ല രീതിക്ക് തന്നെ ബുള്ളിഷ് പോയിക്കൊണ്ടിരിക്കുന്നൊരു ടൈമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള രീതിക്ക് ഉള്ളൊരു ഓർഡർ ബ്ലോക്ക് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നേരെ ഓപ്പോസിറ്റ് മാർക്കറ്റ് ഒരു ബെയറിഷ് ആയിട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് റിയാക്ട് ആയിക്കൊള്ളുന്നില്ല. എല്ലാ ഓർഡർ ബ്ലോക്സും ബ്ലൈൻഡായിട്ട് വർക്കിംഗ് ആയിക്കൊള്ളുന്ന യാതൊരു നിർബന്ധമില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചെറിയൊരു റിയാക്ഷൻ തന്നു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, നമുക്ക് സ്റ്റോപ്പ് ലോസ് അടുപ്പിക്കും. ഇതും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ട്രാപ്പായിട്ട് വർക്ക് ചെയ്യാറുണ്ട് ഓർഡർ ബ്ലോക്സ് കാര്യങ്ങൾ. സോ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് എങ്ങനെയാണോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതും സൈക്കോളജിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതും ഡയറക്ഷൻസും മാർക്കറ്റ് ബയാസ് കാര്യങ്ങൾ എല്ലാ കൺഫർമേഷനും എടുത്തിട്ട് നമ്മളെ റൂൾസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, നമ്മളെ റൂൾസ് ബീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എൻട്രീസ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിക്ക് തന്നെ മനസ്സിലായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ പബ്ലിക് ആയിട്ടുള്ള ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഡയറക്റ്റ് വന്നിട്ട് നമ്മളോട് ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാം, ഡിസ്കസ് ചെയ്യാം. നമ്മൾ പറ്റുന്ന പോലെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലൈവായിട്ട് എടുക്കുന്ന ട്രേഡ്സ് ഓൾമോസ്റ്റ് നമ്മളതിൽ കൊടുക്കാറുണ്ട്. സോ നിങ്ങളതായിട്ടുള്ള രീതി കൂടി മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളെ ഈ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇത് മാക്സിമം നോട്ട്സ് കീപ്പ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ഇനിയും കൂടുതൽ ഡിസ്കഷൻസ് പുതിയ വീഡിയോകളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് കിട്ടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളെ കമൻസ് കാര്യങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. ദിസ് ഈസ് ട്രേഡെക്സ് സൈനിങ് ഓഫ്. താങ്ക് യു.